എത്ര വലിയ ബുദ്ധിമാനും ശ്രദ്ധിച്ചില്ലെങ്കിൽ മണ്ടത്തരത്തിൽ വീഴുവാൻ അധികം സമയം വേണ്ട. അതിൻ്റെ ഒരു നല്ല ഉദാഹരണമാകുന്നു ഇസ്രായേലിലെ രാജാവായിരുന്ന ശലോമോൻ. ജീവസന്ദേശത്തിൻ്റെ ബൈബിൾ പഠന ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ദാവീദിൻ്റെ മകനായ ശലോമോൻ എഴുതിയ സഭാപ്രസംഗി എന്ന പുസ്തകമാണ് ഇന്നു മുതൽ നമ്മൾ പഠിക്കുവാൻ ആരംഭിക്കുന്നത്. ശലോമോൻ തന്നെ എഴുതിയ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം നമ്മൾ പഠിച്ചതാണല്ലോ. ദൈവത്തിൽ നിന്ന് നമുക്ക് ജ്ഞാനമായി തീർന്ന ക്രിസ്തുവാണ് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ ക്രിസ്തുവിനെ ഒഴിച്ചു നിർത്തിയുള്ള മനുഷ്യൻ്റെ നിരൂപണങ്ങളുടെയും പ്രവൃത്തികളുടെയും ശൂന്യതയാണ് ഈ പുസ്തകത്തിൽ വെളിപ്പെടുന്നത്. ക്രിസ്തുയേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നാകുന്നു. ദൈവത്തെ കൂടാതെയുള്ള മനുഷ്യൻ്റെ പ്രവൃത്തികളെ നിഷ്ഫല പ്രവൃത്തികൾ അഥവാ നിർജീവ പ്രവൃത്തികൾ എന്നാണ് ദൈവവചനം വിളിച്ചിരിക്കുന്നത്. ശലോമോൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മായ. മനുഷ്യരിൽ നല്ല ശതമാനം ആളുകളും ജീവിതത്തിന് ഒരർത്ഥവുമില്ലെന്ന് പറയുന്ന ശലോമോൻ്റെ ഈ ഭോഷത്വത്തിൻ്റെ പിന്നിൽ അണിനിരക്കും എന്നതിന് സംശയമില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും വിലയേറിയതും അർത്ഥമുള്ളതുമാക്കി തീർക്കുവാൻ കഴിയും. അതാണ് ഈ പുസ്തകത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. സഭാപ്രസംഗി 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്നു മുതൽ നാം സഭാപ്രസംഗിയുടെ പുസ്തകമാണ് ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്നത്. ദാവീദിൻ്റെ മകനായിരുന്ന ശലോമോനാണ് സഭാപ്രസംഗിയുടെ എഴുത്തുകാരൻ, ഇസ്രായേലിലെ രാജാവായിരുന്ന ശലോമോൻ. ഇതുകൂടാതെ ശലോമോൻ സദൃശവാക്യങ്ങളുടെ പുസ്തകവും ഉത്തമഗീതവും എഴുതി എന്ന് നമുക്കറിയാം. സദൃശവാക്യങ്ങളിൽ നിന്നും സഭാപ്രസംഗി വളരെയധികം വ്യത്യസ്തമായ ഒരു പുസ്തകമാകുന്നു എന്ന് നാം കാണുന്നതാണ്. സദൃശവാക്യങ്ങളിൽ ശലോമോൻ്റെ ജ്ഞാനം നാം കാണുന്നു. എന്നാൽ ഇവിടെ ശലോമോൻ്റെ ഭോഷത്വമാണ് നാം കാണുവാൻ പോകുന്നത്. ശലോമോൻ ദൈവത്തിൽ നിന്ന് അകന്നിരുന്നപ്പോഴുള്ള തൻ്റെ ജീവിതത്തിൻ്റെ നാടകീയമായ കഥയാണ് സഭാപ്രസംഗി. അവൻ്റെ ആത്മകഥ എന്ന് വേണമെങ്കിൽ പറയാം. ഈ പുസ്തകത്തിൻ്റെ തലക്കെട്ടിൻ്റെ അർത്ഥം സഭാപ്രസംഗി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായല്ലോ. പ്രസംഗകൻ അഥവാ തത്വജ്ഞാനി എന്നാണ്. പ്രസംഗി, പ്രസംഗിയാർ എന്നൊക്കെ പറയുമല്ലോ. വേദപുസ്തകത്തിലെ ഏത് പുസ്തകവും ശരിയായി മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ഉദ്ദേശം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. പുസ്തകത്തിൻ്റെ ആകമാനമായ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിലേ അത് വിശദമായി മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഇതിൻ്റെ ഉദ്ദേശം, അതായത് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൻ്റെ ഉദ്ദേശം നാം പ്രത്യേകം അറിഞ്ഞിരിക്കണം. സഭാപ്രസംഗിയിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ കൂടാതെയുള്ള മാനുഷിക തത്വചിന്തയാണ്, ഫിലോസഫി. ദൈവത്തെ കൂടാതെയുള്ള മാനുഷിക തത്വചിന്ത. അങ്ങനെയുള്ള തത്വചിന്ത എല്ലായ്പ്പോഴും ഈ പുസ്തകത്തിൽ കാണുന്ന നിഗമനത്തിലേ എത്തിച്ചേരുകയുള്ളൂ. സഭാപ്രസംഗിയുടെ പുസ്തകത്തെ സംബന്ധിച്ച് ഈ കാര്യം പ്രത്യേകം നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. കാരണം തിരുവചനത്തിലെ മറ്റ് ഭാഗങ്ങളിൽ കാണുന്ന ചില പ്രസ്താവനകൾക്ക് ഘടകവിരുദ്ധമായ ചില ചിന്തകളാകുന്നു ഈ പുസ്തകത്തിൽ പറയുന്നത് എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഉദ്ദേശം നാം മനസ്സിലാക്കണം. ദൈവത്തെ കൂടാതെയുള്ള മാനുഷിക തത്വചിന്ത വെളിപ്പെടുത്തുവാനായിട്ടാണ് ഈ പുസ്തകം ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്നെ. ഈ പുസ്തകം നിരീശ്വരവാദികൾ വളരെ താല്പര്യത്തോടെ കാണുന്ന ഒന്നാകുന്നു. അവരുടെ പല ചിന്തകൾക്കും ഊന്നൽ കൊടുക്കുവാൻ കഴിയുന്ന വാക്യങ്ങൾ എന്ന് പറഞ്ഞ് അവർ ഉദ്ധരിക്കുന്നവ പലതും ഈ പുസ്തകത്തിൽ നിന്നാണ്. ഇത്
നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം. അവർ പശ്ചാത്തലത്തിൽ നിന്നും അടർത്തിയെടുത്താണ് സംസാരിക്കുന്നതെന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ദൈവവചനത്തിൽ നിന്ന് തന്നെ എടുത്ത് അവരുടെ ചില തത്വചിന്തകൾ സ്ഥാപിക്കുവാനായി ശ്രമിക്കുന്നത് ഈ പുസ്തകത്തിൽ നിന്നുമാകുന്നു എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാകും. അവർ ഇതിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇന്ന് വിമർശകർ ഈ പുസ്തകത്തിൽ നിന്നും ഉദ്ധരിക്കുന്നുണ്ട്. എന്നാൽ തെറ്റായ സാഹചര്യത്തിൽ ഇതിൽ നിന്നും ഉദ്ധരിച്ച് അതിൻ്റെ യഥാർത്ഥമായ ഉദ്ദേശത്തിൽ നിന്നും വ്യത്യസ്തമായ അല്ലെങ്കിൽ തെറ്റായ അർത്ഥമാണ് അവർ നൽകുന്നത് എന്ന് മാത്രം. ദൈവത്തെ കൂടാതെ സന്തുഷ്ടവാനായി ജീവിക്കുവാൻ മനുഷ്യൻ പരിശ്രമിക്കുന്നു. ഓരോ ദിവസവും ആയിരങ്ങൾ ആ പരിശ്രമത്തിലാണ് മുൻപോട്ട് പോകുന്നത്. ആ തരത്തിലുള്ള പരിശ്രമത്തിൻ്റെ ഭോഷത്വത്തെ ഈ സഭാപ്രസംഗിയുടെ പുസ്തകം ചൂണ്ടിക്കാണിക്കുന്നു. മനുഷ്യരിൽ ഏറ്റവും ജ്ഞാനിയായിരുന്ന ശലോമോൻ ദൈവം കൊടുത്ത ജ്ഞാനമാണ് അവനുണ്ടായിരുന്നത്. മനുഷ്യൻ അറിവുള്ള എല്ലാവിധ സന്തോഷവും എല്ലാ തുറകളും അവൻ പരീക്ഷിച്ചു നോക്കി. സകലവും മായ എന്ന തീരുമാനത്തിലാണ് ശലോമോൻ എത്തിച്ചേർന്നത്. ഈ മായ എന്ന വാക്കിൻ്റെ അർത്ഥം ശൂന്യം, ലക്ഷ്യമില്ലാത്തത് എന്നെല്ലാമാണ്. ഈ വിധത്തിൽ ജീവിതത്തിൻ്റെ സംതൃപ്തി ഒരിക്കലും കൈവശമാക്കുവാൻ കഴിയുകയില്ല. നീതിമാനായിരുന്ന ഇയ്യോബിന് അവൻ ദൈവദൃഷ്ടിയിൽ ഒരു പാപിയാകുന്നു എന്ന് ദൈവം കാണിച്ചു കൊടുത്തു. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ ജ്ഞാനികളിൽ ജ്ഞാനിയായി വിശേഷിപ്പിക്കപ്പെടുന്ന ബുദ്ധിമാനായിരുന്ന ശലോമോന് അവൻ ദൈവദൃഷ്ടിയിൽ ഒരു ഭോഷൻ, ഒരു മണ്ടനാകുന്നു എന്ന് ദൈവം തന്നെ കാണിച്ചു കൊടുത്തു. ഈ പുസ്തകത്തിൽ നിന്ന് അനേക ഉന്നത ബിരുദധാരികൾക്കും വേദശാസ്ത്രജ്ഞന്മാർക്കും പ്രസംഗകർക്കും ശ്രേഷ്ഠമായ പാഠങ്ങൾ പഠിക്കുവാൻ കഴിയും എന്നത്രേ ഞാൻ മനസ്സിലാക്കുന്നത്. അവർ എത്രമാത്രം ജ്ഞാനികളായിരുന്നാലും, അവർക്ക് എത്രമാത്രം ബുദ്ധിസാമർഥ്യം ഉണ്ടെന്നാലും, അവർ എത്രമാത്രം പരിശ്രമിച്ചാലും വീണ്ടും ജനനം പ്രാപിക്കാത്ത മനുഷ്യൻ ദൈവദൃഷ്ടിയിൽ മൂഢനാകുന്നു. തങ്ങളുടെ ബുദ്ധിസാമർഥ്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നവർക്ക് ഇക്കാര്യം അംഗീകരിക്കുക വളരെ വിഷമമുള്ള കാര്യമായിരിക്കും. അതിന് തർക്കമില്ല. ഈ പുസ്തകത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് ക്രിസ്തുവിനെ കൂടാതെ സംതൃപ്തമായ ജീവിതം സാധ്യമല്ല എന്നാണ്. ലോകത്തിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെയും ഉണ്ടെങ്കിലും ഹൃദയത്തിലൊരു ശൂന്യതയായിരിക്കും ഫലം. പണമോ സുഖസൗകര്യങ്ങളോ വളരെയേറെ പദവികളോ സ്ഥാനമാനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായുള്ള ബന്ധമില്ല എങ്കിൽ, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടൊരു ഹൃദയമല്ല നമ്മുടെ ഹൃദയമെങ്കിൽ, വലിയ ശൂന്യതാബോധമായിരിക്കും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ലോകത്തിന് തൃപ്തി നൽകുവാൻ കഴിയാത്ത വിധം നമ്മുടെ ഹൃദയം വലുതാണ്. നാം ലോകത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ക്രിസ്തുവിൽ നമ്മുടെ താല്പര്യങ്ങളെ അർപ്പിക്കുമെങ്കിൽ ഹൃദയം സംതൃപ്തമായിത്തീരും. അത് മാത്രമാണ് സംതൃപ്തിയുടെ മാർഗം. മായ എന്ന വാക്ക് ഈ പുസ്തകത്തിൽ 37 പ്രാവശ്യവും സൂര്യന് കീഴിൽ എന്ന പദപ്രയോഗം 29 പ്രാവശ്യവും ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു എന്നാണ് ശലോമോൻ ഈ പുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്നത്. ഞാൻ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. വേറെ വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യഹൃദയത്തിലെ നിരൂപണങ്ങളാണ് ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്നർത്ഥം. തങ്ങളുടേതായ ബുദ്ധിസാമർഥ്യത്തിലും പരീക്ഷണങ്ങളിലും കൂടി മനുഷ്യർ എത്തിച്ചേരുന്ന നിഗമനങ്ങളാണ് ഇവ. ദൈവത്തിൽ നിന്ന് അകന്നിരുന്ന ശലോമോൻ ചിന്തിച്ചിരുന്ന ആ കാര്യങ്ങൾ ശരിയായിരുന്നില്ല. എന്നാൽ അവ നമുക്ക് പറഞ്ഞു തരുന്ന തിരുവചനം ശരിയായതും ദൈവശ്വാസീയവും ആകുന്നു. ഞാൻ വീണ്ടും പറയട്ടെ, ദൈവത്തിൽ നിന്ന് അകന്നിരുന്നപ്പോൾ ശലോമോൻ ചിന്തിച്ച അവൻ്റെ നിരൂപണങ്ങൾ, അവൻ്റെ ചിന്തകൾ ശരിയായതായിരുന്നില്ല. എന്നാൽ അവ നമുക്ക് പറഞ്ഞു തരുന്ന തിരുവചനം ശരിയായതും ദൈവശ്വാസീയവുമാണ്. ഞാൻ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, സൂര്യന് കീഴിൽ സകലവും മായ എന്നീ വിശദീകരണങ്ങൾ അതുകൊണ്ടാണ് നൽകിയിരിക്കുന്നത്. ഇനിയും പലരും മുൻവിധിയോടെയാകുന്നു ശലോമോൻ എഴുതിയ പുസ്തകങ്ങൾ കാണുന്നതും വായിക്കുന്നതും.
രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൻ പ്രകാരം ശലോമോൻ സകല മനുഷ്യരെക്കാളും ജ്ഞാനിയായിരുന്നു. അതേസമയം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ വെളിച്ചത്തിൽ ശലോമോൻ സകല വിധത്തിലും സകല മനുഷ്യരിലും വെച്ചൊരു വലിയ പരാജയമായിരുന്നു. ഇസ്രായേൽ രാജ്യം വിഭജിക്കപ്പെട്ടതും അതുമൂലമുണ്ടായ യുദ്ധങ്ങളും ഒടുവിൽ ഇസ്രായേൽ ജനം അടിമകളായി പ്രവാസത്തിൽ പോയി കഷ്ടപ്പെട്ടതുമെല്ലാം ശലോമോൻ്റെ പാപത്തിൻ്റെ ഫലമായിരുന്നു എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. അങ്ങനെയെങ്കിൽ ഇത്ര വലിയ പരാജയമായിരുന്ന ഒരുവന് ദൈവത്തിൻ്റെ ജനത്തെ എങ്ങനെ ഈ ജ്ഞാനവും നല്ല കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് പഠിപ്പിക്കുവാൻ കഴിയും എന്നത് ന്യായമായ സംശയം തന്നെയാണ്. ആ മുൻവിധി തെറ്റല്ല. അതിന് പല ഉത്തരങ്ങളും ഉണ്ടാകാം. സദൃശവാക്യങ്ങളിൽ കാണുന്ന ജ്ഞാനം അത് എഴുതിയ ആളിൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയോ എന്നുള്ളതിനേക്കാൾ ദൈവത്തിൻ്റെ പ്രേരണയാൽ രേഖപ്പെടുത്തിയിട്ടുള്ള ജ്ഞാനം മനുഷ്യർക്ക് ലഭ്യമാക്കിയതാകുന്നു എന്നതാണ് ഒരു നല്ല പങ്ക് ആളുകളും ചിന്തിക്കുന്നത്. ഇനി മറ്റൊരു സംഗതി, സദൃശവാക്യങ്ങളും 127-ാം സങ്കീർത്തനവും സഭാപ്രസംഗിയുടെ പുസ്തകവും എല്ലാം ശലോമോൻ എഴുതിയത് തനിക്കുണ്ടായ പരാജയം ഇനിയും വരുന്ന തലമുറകൾക്കുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ്. തൻ്റെ മണ്ടത്തരങ്ങളിൽ നിന്നും ശലോമോൻ അനേകം കാര്യങ്ങൾ പഠിച്ചു. വേദനാജനകങ്ങൾ എങ്കിലും അതുപോലുള്ള മണ്ടത്തരങ്ങൾ ഇനിയും ആർക്കും സംഭവിക്കാതിരിക്കുവാൻ, പ്രത്യേകിച്ച് വരും തലമുറകൾക്ക് സംഭവിക്കാതിരിക്കുവാൻ ശലോമോൻ ആഗ്രഹിച്ചു. അത് അവനിലെ മാനസാന്തരമാകുന്നു കാണിക്കുന്നത് അല്ലേ? തീർച്ചയായും അത് അംഗീകരിച്ചേ മതിയാകൂ. താൻ പരാജയപ്പെട്ടു എന്ന് ശലോമോൻ തിരിച്ചറിഞ്ഞപ്പോൾ തൻ്റെ പരാജയങ്ങൾ അവൻ ന്യായീകരിക്കാതെ അതിലൂടെയും അതിൻ്റെ പരിണിത ഫലങ്ങളിലൂടെയും മറ്റുള്ളവർ ജ്ഞാനം പ്രാപിക്കുവാൻ അവൻ തൻ്റെ അനുഭവങ്ങളെല്ലാം രേഖപ്പെടുത്തി. അതൊരു നല്ല കാര്യം തന്നെയാണല്ലേ? ഇനി സഭാപ്രസംഗിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ ശലോമോൻ തൻ്റെ പ്രശ്നം അവതരിപ്പിക്കുന്നതാകുന്നു നാം കാണുന്നത്. അതെ, സകലവും മായ. അതായിരുന്നല്ലോ അവനെ അലട്ടിയിരുന്ന പ്രശ്നം. 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം മുതൽ 12-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം വരെ ശലോമോൻ തൻ്റെ പ്രശ്നത്തിന് താൻ പരീക്ഷിച്ച വിവിധ മാർഗങ്ങൾ നമ്മോട് വിവരിക്കുന്നു. നാം അത് കാണുന്നതാണ്. ഒടുവിലായി 12-ാം അധ്യായത്തിൻ്റെ 13-ഉം 14-ഉം വാക്യങ്ങളിൽ തൻ്റെ പരീക്ഷണങ്ങളുടെ ഫലം ശലോമോൻ വിവരിക്കുന്നു. എല്ലാറ്റിൻ്റെയും സംഗ്രഹം, തൻ്റെ കണ്ടെത്തലുകളെ അവൻ നമ്മോട് വിവരിക്കുന്നു. ഇനി നമുക്ക് സഭാപ്രസംഗിയുടെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരാം. ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചപ്പോഴുള്ള ശലോമോൻ്റെ നാടകീയമായ ആത്മകഥയാണ് സഭാപ്രസംഗിയുടെ പുസ്തകമെന്ന് മുഖവരയിൽ ഞാൻ പറഞ്ഞല്ലോ. സദൃശവാക്യങ്ങൾ ശലോമോൻ്റെ ജ്ഞാനം വെളിപ്പെടുത്തുന്നത് പോലെ സഭാപ്രസംഗിയുടെ പുസ്തകം അവൻ്റെ ഭോഷത്വം വെളിപ്പെടുത്തുന്നു. ഒരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. ഈ ലോകത്ത് സകലവും മായയാകുന്നു, ഇതാണ് പ്രശ്നം. തുടർന്ന് പരീക്ഷണങ്ങൾ നടത്തുന്നതായി കാണുവാൻ കഴിയും. പല രീതിയിൽ സംതൃപ്തി കണ്ടെത്തുവാൻ ശലോമോൻ പരിശ്രമിക്കുന്നു. അവൻ ശാസ്ത്രം, പ്രകൃതി നിയമങ്ങൾ, ജ്ഞാനവും തത്വശാസ്ത്രവും ഭൗതികവും ഉല്ലാസകരവുമായ സകലവും പരീക്ഷിച്ചു നോക്കുന്നു. മതം, ധനം, ധാർമ്മികത്വം ഇവ എല്ലാത്തിനെക്കുറിച്ചും അവൻ സൂക്ഷ്മ പരിശോധന നടത്തുന്നു. പുസ്തകത്തിൻ്റെ അവസാനത്തെ വാക്യങ്ങളിൽ തൻ്റെ പരീക്ഷണങ്ങളുടെ ഫലം നമുക്ക് അവൻ നൽകുന്നു. ഈ പരീക്ഷണങ്ങളുടെ ഓരോന്നിൻ്റെയും കണ്ടെത്തൽ മാനുഷികമാണ്, ദൈവിക സത്യങ്ങളല്ല എന്ന വാസ്തവം നാം ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം സൂര്യന് കീഴിലുള്ള മനുഷ്യൻ്റെ കണ്ടെത്തലാണ് ഇവിടെ പറയുന്നത്. വേദപുസ്തകം ദൈവശ്വാസീയമാകുന്നു എന്ന് നാം പറയുമ്പോൾ, അതായത് ദൈവാത്മപ്രേരിതമാകുന്നു എന്ന് നാം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നാം തെറ്റിദ്ധരിക്കരുത്. ദൈവനിശ്വാസ്യത തിരുവചനത്തിലെ വാക്യങ്ങളുടെ തെറ്റിക്കൂടായ്മയ്ക്കുള്ള ഉറപ്പാണ്. എല്ലായ്പ്പോഴും അതിൽ പ്രകടിപ്പിച്ചിട്ടുള്ള ആശയങ്ങളായിരിക്കയില്ല. സാഹചര്യങ്ങൾ പരിഗണിക്കുകയും പ്രസ്താവന നടത്തുന്ന ആളിനെ ശ്രദ്ധിച്ച് നാം പഠിക്കുകയും ചെയ്യണം.
ഏത് സാഹചര്യത്തിലാണ് പ്രസ്താവിച്ചിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഉദാഹരണമായി, കർത്താവായ യേശുവിനെ യൂദ ഒറ്റിക്കൊടുത്ത കാര്യത്തിൽ ആ സംഭവത്തിൻ്റെ രേഖ ദൈവാത്മപ്രേരിതമാണ്, ആ രേഖ. എന്നാൽ യൂദായുടെ പ്രവൃത്തി ദൈവാത്മപ്രേരിതമായിരുന്നില്ല, മറിച്ച് അത് പൈശാചികമായ പ്രവൃത്തിയായിരുന്നു. അതുപോലെ തന്നെ താൻ ദൈവത്തിൽ നിന്നകന്ന് ജീവിതത്തിൽ സംതൃപ്തി അന്വേഷിച്ച് നടന്നപ്പോൾ ശലോമോൻ പറഞ്ഞ വാക്കുകൾ തെറ്റുകൂടാതെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനകത്ത് യാതൊരു തെറ്റുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ ചിന്തയുമായി അതെല്ലായ്പ്പോഴും പൊരുത്തപ്പെടുന്നത് ആയിരിക്കയില്ല എന്നർത്ഥം. ചില തത്വശാസ്ത്രമൊക്കെ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം അതൊക്കെ ദൈവചിന്തകളാകുന്നു, സത്യം മാത്രമാകുന്നു എന്ന് ചിന്തിക്കുവാൻ പാടില്ല. ഇത് ആര് എപ്പോൾ പറഞ്ഞു, എന്തിനു പറഞ്ഞു എന്നുള്ളത് പ്രത്യേകം ചിന്തിക്കേണ്ടതാണ്. ശലോമോൻ പറഞ്ഞത് തിരുവചനത്തിൽ തെറ്റുകൂടാതെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് ദൈവനിശ്വാസ്യത ഉറപ്പു തരുന്നു. ഇനി പ്രശ്നം അവതരിപ്പിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിക്കട്ടെ, ശ്രദ്ധിച്ചാലും. യെരുശലേമിലെ രാജാവായി ദാവീദിൻ്റെ മകനായ സഭാപ്രസംഗിയുടെ വചനങ്ങൾ. ഈ വിശദീകരണം ശലോമോൻ രാജാവിന് മാത്രമേ യോജിക്കുന്നുള്ളൂ എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. ദാവീദിന് മറ്റു പുത്രന്മാർ ഉണ്ടായിരുന്നു, എന്നാൽ അവരിൽ ശലോമോൻ മാത്രമേ യെരുശലേമിൽ രാജാവായിരുന്നുള്ളൂ. ശലോമോനാണ് ഇവിടുത്തെ പ്രസംഗകൻ അഥവാ തത്വചിന്തകൻ, ഫിലോസഫർ. ശലോമോന് ദൈവം ജ്ഞാനം കൊടുത്തു എന്ന കാര്യം നമുക്കറിയാമല്ലോ. എന്നാൽ ദൈവം ശലോമോന് കൊടുത്ത ജ്ഞാനം നാം ചിന്തിക്കുന്ന ജ്ഞാനത്തിൽ നിന്നും അല്പം വ്യത്യസ്തമാകുന്നു എന്നത്രേ ഞാൻ വ്യക്തിപരമായി കരുതുന്നത്. പലരും അത് അപ്രകാരം ചിന്തിക്കുന്നു. ശലോമോൻ ആത്മീയ വിവേചന ശക്തി കൊടുത്തു എന്നാണ് നാം സാധാരണ ചിന്തിക്കാറുള്ളത്. എന്നാൽ അതിനുവേണ്ടി ചോദിച്ചു പോലുമില്ല എന്നതാണ് തിരുവചനം പറയുന്നത്. ശലോമോൻ ദൈവത്തോട് അപേക്ഷിച്ചത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നാം അത് കാണുന്നു. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിൻ്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ. അതുകൂടാതെ നിൻ്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? ശലോമോൻ ആഗ്രഹിച്ച കാര്യം, അതായത് ജനത്തെ ഭരിക്കുവാനുള്ള ജ്ഞാനമായിരുന്നു. തീർച്ചയായിട്ടും അവന് ഒരു പേടി തന്നെ ഉണ്ടായിരുന്നിരിക്കും. ദൈവം അവന് കൊടുത്ത് എന്ന് നാം കരുതുന്നത് അതാണ്. ഭരണകാര്യങ്ങളിൽ അവൻ വളരെ ജ്ഞാനിയായിരുന്നു. ജനത്തിന് വളരെ നല്ല വിധത്തിൽ ശലോമോൻ ഭരണം നടത്തി, സംശയമില്ല. ദൈവം അവൻ്റെ കാലം സമാധാനത്തിൻ്റെ ഭരണകാലമാക്കി കൊടുത്തു. അതെ, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ശലോമോൻ്റെ ബുദ്ധിസാമർഥ്യവും ഭരണവും കണ്ടു പഠിക്കുന്നതിനായി വന്നു എന്ന് നാം ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. ദൈവാലയത്തിലുള്ള യാഗപീഠത്തിൽ പാപിക്കു വേണ്ടി യാഗം അർപ്പിക്കുന്നതിൽ കൂടി അവൻ ദൈവത്തിന് സാക്ഷ്യം കൊടുത്തു. വിദൂരതയിൽ, അതെ, ലോകത്തിൻ്റെ അറ്റത്ത് നിന്ന് എന്ന് തിരുവചനത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്ന വിധത്തിൽ ശേബാരാജ്ഞി വന്ന് ശലോമോനിൽ നിന്ന് പഠിച്ചത് ഇതൊക്കെയായിരുന്നു. എന്നാൽ ആത്മീയ വിവേചന കാര്യത്തിൽ ശലോമോന് യാതൊരു ജ്ഞാനവും ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ പക്ഷം. ഞാൻ ഈ പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിരുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടായിരിക്കാം. എന്നാൽ നാം ദൈവവചനം പഠിക്കുമ്പോൾ അത് നമുക്ക് വ്യക്തമാക്കി തരുന്നത് അങ്ങനൊരു ചിന്തയാണ്. ശലോമോൻ ദൈവത്തിൽ നിന്ന് അകന്ന് സൂര്യന് കീഴിൽ തൻ്റെ പരീക്ഷണങ്ങൾ നടത്തുന്നവനായി നാം ഈ പുസ്തകത്തിൽ കാണുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ സ്വർഗത്തിലിരിക്കുന്ന ഒരു ദൈവ പൈതലിൽ നിന്ന് വളരെ വ്യത്യസ്തനാണ് സൂര്യന് കീഴിലിരുന്ന് പരീക്ഷണം നടത്തുന്ന ഈ മനുഷ്യൻ. ഇനിയും 2-ാം വാക്യത്തിലേക്ക് വരാം. 2-ാം വാക്യം, ഹാ മായ മായ എന്ന് സഭാപ്രസംഗി പറയുന്നു. ഹാ മായ മായ, സകലവും മായയത്രേ. ഇവിടെ മായ എന്ന് പറയുന്നത് ശൂന്യതയെയാണ് സൂചിപ്പിക്കുന്നത്. യാതൊരു ഉദ്ദേശമോ ലക്ഷ്യമോ കൂടാതെ ജീവിതം നഷ്ടപ്പെടുത്തുന്നതാണിത്.
ഒരു മൃഗമോ പറവയോ ജീവിക്കുന്നത് പോലെ ജീവിക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതുപോലെ ജീവിതം നയിക്കുന്ന അനേകം ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചാൽ വ്യക്തമായ ഒരു മറുപടി പറയുവാൻ ഇല്ലാത്ത എത്രയെത്ര ആളുകൾ. അഥവാ ഒരു മറുപടിക്ക് വേണ്ടി ഒരു മറുപടി പറഞ്ഞാൽ തന്നെ യാതൊരു കഴമ്പുമില്ലാത്തതായ അവരുടെ ഉദ്ദേശങ്ങൾ. നിങ്ങൾ കണ്ടിട്ടില്ലേ എപ്പോഴും ഈ ലോകം ചുറ്റി സഞ്ചരിക്കുന്ന ചില ആളുകളെ? സദാസമയം അവരിങ്ങനെ യാത്രയിലായിരിക്കും, സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അവരുടെ സംസാരം ശ്രദ്ധിച്ചാൽ വളരെ രസകരമായി തോന്നും. അവരുടെ ജീവിതം ഒരു വിധത്തിൽ അർത്ഥശൂന്യമാകുന്നു എന്ന് ഞാൻ ചിന്തിച്ചാൽ ശരിയാണ്. ലക്ഷ്യബോധമില്ലാത്തവയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇങ്ങനെയുള്ളവരുടെ ഈ സഞ്ചാരങ്ങളൊക്കെ. മറ്റ് സ്ഥലങ്ങളിൽ കണ്ടുമുട്ടിയ ആളുകളെക്കുറിച്ചും അവർ കണ്ട ചില പടങ്ങളെക്കുറിച്ചും അതൊക്കെയാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അവർ തമ്മിൽ ചോദിക്കും. ചിലർ പറയും, നാം കഴിഞ്ഞ വർഷം പോയ ആ സ്ഥലമുണ്ടല്ലോ, അത് ഭയങ്കര പ്രയാസമേറിയതാണ്, ഭയങ്കര വിരസമാണ്, ഇനി അങ്ങോട്ട് പോകണ്ട. ജീവിതത്തിൽ ലക്ഷ്യമോ ഉദ്ദേശമോ അവർക്കില്ല. ഒരു പ്രത്യേക ലക്ഷ്യമില്ലാതെ പോയാൽ എവിടെ ചെന്നെത്താനാണ്? ശലോമോൻ്റെ കണ്ടെത്തലും ഇതുതന്നെയാണ്. മായ മായ, സകലവും മായയത്രേ. ശൂന്യത, എല്ലാം ശൂന്യം. ഉള്ളിൽ യാതൊന്നുമില്ലാത്ത ഒരു വലിയ സഞ്ചി പോലെയാണത്, വലിയൊരു സഞ്ചി. പക്ഷേ ഉള്ളിൽ യാതൊന്നുമില്ല. സദൃശവാക്യങ്ങളിൽ ശലോമോൻ നമുക്ക് ജ്ഞാനം പറഞ്ഞു തരുന്നു. എന്നാൽ സഭാപ്രസംഗിയിൽ ജ്ഞാനമല്ല, ഭോഷത്വമാണ് കാണുവാൻ കഴിയുന്നത്. ഇനിയും ഉത്തമഗീതത്തിൽ നാം പഠിക്കുന്നത് സ്നേഹമാണ്. അവിടുത്തെ വിഷയം അതാണ്. ജ്ഞാനം, ഭോഷത്വം, സ്നേഹം. ഈ 3 വിഷയങ്ങളിലും ശലോമോൻ അതിനിപുണനായിരുന്നു. ഭോഷത്വത്തിലും നിപുണത വേണോ എന്നായിരിക്കും നിങ്ങൾ ചോദിച്ചത്. ഒരു ഭോഷനായി അഭിനയിക്കുവാൻ അവൻ അറിയാമായിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഭരണകാര്യങ്ങളിൽ അവൻ വളരെയധികം സാമർഥ്യമുള്ളവനായിരുന്നു, ജ്ഞാനിയായിരുന്നു. അവൻ്റെ ജീവിതത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാര്യം ഒരു കഥ തന്നെയായിരുന്നു. മനുഷ്യരിൽ ഏറ്റവും ജ്ഞാനിയായിരുന്ന ശലോമോൻ എന്നാൽ അവനേക്കാൾ അധികം ഭോഷൻ്റെ ഭാഗം അഭിനയിച്ചിട്ടുള്ളവരില്ല എന്ന് വേണം പറയാൻ. ഏറ്റവും ജ്ഞാനിയായ മനുഷ്യൻ ഏറ്റവും വലിയ ഭോഷനായിരുന്നു എന്നത് വൈരുദ്ധ്യമാണ്, എനിക്കറിയാം. സഭാപ്രസംഗിയുടെ പുസ്തകം ഇത് വെളിപ്പെടുത്തുന്നതത്രേ. ഈ കാര്യത്തിൽ പലരും എന്നോട് വിയോജിച്ചെന്ന് വന്നേക്കാം. എന്നാൽ വാസ്തവം അതല്ലേ? ഇന്ന് അനേകർക്കും പറ്റിയിരിക്കുന്ന അബദ്ധം ഇതുതന്നെയാണ്. വളരെയേറെ പഠിപ്പും വളരെയേറെ ജ്ഞാനവും ഒക്കെ ഉണ്ടെന്ന് അവർ ചിന്തിക്കുന്നു. അതെ, അങ്ങനെ ഉണ്ട് താനും. എന്നാൽ പ്രാവർത്തിക ജീവിതത്തിൽ ഭോഷത്വം മാത്രമേ ഉള്ളൂ. ഉന്നതന്മാർ, എന്നാൽ കുടുംബത്തിൽ യാതൊരു സ്വസ്ഥതയുമില്ല. വളരെ വലിയ പഠിത്തമുള്ളവർ, എന്നാൽ ഏറ്റവും വലിയ അന്ധവിശ്വാസങ്ങളുടെ പിൻപേ പോകുന്നവർ. മായ മായ, സകലവും മായയത്രേ. അതാണ് ദൈവത്തെ കൂടാതെയുള്ള ജീവിതം. സൂര്യന് കീഴിലുള്ള മനുഷ്യൻ്റെ നടപ്പും സംസാരവും അതാണ്. ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും നേടണമെന്നാണ് അവൻ്റെ പരിശ്രമം. എന്നാൽ അവൻ്റെ ശൂന്യത നികത്തുവാൻ അവന് സാധിക്കുന്നില്ല. അവൻ്റെ ശൂന്യത നികത്തുവാൻ അവൻ പാടുപെടുന്നു, അവൻ പരിശ്രമിക്കുന്നു. എന്നാൽ അവൻ്റെ പരീക്ഷണങ്ങളൊക്കെ പരാജയത്തിലാണ്. മനുഷ്യൻ പരീക്ഷണങ്ങൾ നടത്തുന്നതായി തുടർന്ന് നാം കാണുന്നു. 3-ാം വാക്യം കൂടി ഞാൻ വായിക്കട്ടെ. 3-ാം വാക്യം: സൂര്യന് കീഴിൽ പ്രയത്നിക്കുന്ന സകല പ്രയത്നത്താലും മനുഷ്യന് എന്ത് ലാഭം? ഇത് മനുഷ്യൻ്റെ കാഴ്ചപ്പാടാകുന്നു. സൂര്യന് കീഴിലുള്ള മനുഷ്യൻ്റെ ചിന്തയാകുന്നു എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമത്രേ. ദൈവം തൻ്റെ അഭിപ്രായമല്ല ഇവിടെ നൽകിയിരിക്കുന്നത്. ഇത് മനുഷ്യൻ്റെ ചിന്ത. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തേ, താങ്കളുടെ ജീവിതത്തിൽ ഈ ലോകപ്രകാരം എല്ലാം ഉണ്ടെങ്കിൽ തന്നെ ജീവിതത്തെ മൊത്തത്തിൽ നോക്കിയിട്ട് ശൂന്യം, അർത്ഥമില്ലാത്തത്, മായ മാത്രം എന്ന് ചിന്തിക്കുന്നുണ്ടോ? ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം കണ്ടെത്തുവാൻ, ജീവിതം ആസ്വദിക്കുവാൻ താങ്കൾക്ക് കഴിയുന്നുണ്ടോ? അതോ അർത്ഥമില്ലാത്ത ഒരു ഭാവിയാണോ താങ്കൾക്ക് അനുഭവപ്പെടുന്നത്? താങ്കളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ്?
ഈ ചോദ്യങ്ങൾ നാം നമ്മോട് തന്നെ ചോദിക്കണം. അതിനുള്ള ഉത്തരം നാം കണ്ടെത്തണം. അത് ജീവിതത്തിൽ പരീക്ഷിച്ചിട്ട് നമ്മെ പഠിപ്പിക്കുന്ന വലിയ പാഠങ്ങളാണ് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നാം ഒരുമിച്ച് ചിന്തിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടുകൂടി ഈ പഠനം ശ്രദ്ധിച്ചാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൽ നിന്ന് ആരംഭിച്ചുവെങ്കിലും ലൗകികതയുടെ പിന്നാലെ വഴിമാറി ഓടി ശലോമോൻ സഭാപ്രസംഗകനായി തുടരുന്നുവെങ്കിലും അർത്ഥശൂന്യമായ വാക്കുകളാണ് തന്നിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വച്ചിരിക്കുന്ന അരിഷ്ട മനുഷ്യൻ്റെ വികൃതമായ ഒരു രൂപമാണ് ഇവിടെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്. മാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ എന്ന് ദൈവവചനം പറയുന്നു. ദൈവത്തിൽ നിന്ന് ആരംഭിക്കുവാനും ദൈവത്തിൽ അവസാനിപ്പിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ.